ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് എമംഗ്. സോ നമ്മൾ സൗണ്ട് വർക്ക് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ എമംഗ് സൈഡിലാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ മൈൻക്രാഫ്റ്റ് വീഡിയോസ് നിർത്താനാണ് പോകുന്നത്. നിർത്തൂല, കളിക്കും. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ക്രാഷായി ഗൈസ്. മൈൻക്രാഫ്റ്റ് കളിക്കാൻ പറ്റില്ല. സോ ഞാൻ കുറച്ച് ദിവസം കൂടി നോക്കും. എന്നിട്ട് വർക്കായില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോഴാണ് ക്രാഷ് വരുന്നത്. വീടാത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് ഭയങ്കര ലാഗാണ്, ഇടയ്ക്ക് നല്ല ലാഗാണ്. ചിലമത്തിങ്ങനെ നമ്മൾ അനങ്ങൂലോ, അതിനെക്കാട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ ഉരയ്ക്കില്ല. എന്നിട്ടൊരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ഇഞ്ച് അനങ്ങണത് തന്നെ. അങ്ങനെ കുറേ നേരം പിടിച്ചിരിക്കേണ്ടി വരും. അതാണ് ഈ പ്രശ്നം. സോ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. സോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാം ഇത് കയറാൻ പറ്റുമില്ല. റിഫ്രഷ് അടിച്ചോട്ടെ, കൂടുതലുള്ളെല്ലാം കയറാം. സോ ഞാൻ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈൻക്രാഫ്റ്റ് ഇപ്പോഴും ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുക. ആണ് എനിക്കൊരു പ്രശ്നം. എടാ നിനക്കൊക്കെ എന്തരാ 7 പേരുള്ളപ്പോൾ നിനക്ക് സ്റ്റാർട്ട് ചെയ്യണം. 4 ആൾക്കാർ, ഇത് 3 ഇമ്പോസ്റ്റേഴ്സ്, 2 ഇമ്പോസ്റ്റേഴ്സേ ഉള്ളൂ. എടാ എനിക്കല്ല ഇമ്പോസ്റ്റർ ആളാ, ഞാൻ എല്ലാത്തിനും അടിച്ച് കായ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ കിട്ടണേന് അടിച്ച് കാക്കി കൊടുക്കുന്നത്. യു ക്യാൻ യൂസ് ദി വെൻസ്. സോ നമ്മൾ ട്രാക്കർ ഷേപ്പ് ഷിഫ്റ്റർ മാറ് അമ്മേ. ഷേപ്പ് ഷിഫ്റ്റർ അയ്യോ എന്നെ കൊല്ലാൻ തന്നെ. ഷേപ്പ് ഷിഫ്റ്ററിനെ കൊല്ലാൻ വന്നടാ ഗേസ്. ഇവരോരുണ്ട് തട്ടാ. ഇറ്റ് വാസ് എ സെൽഫ് റിപ്പോർട്ട്. പിന്നെ ഇതിനകത്ത് ആരാടാ? ഐ ആം ടെല്ലിങ് ദി ട്രൂത്ത്. എടാ മച്ചാനേ, എനിക്കറിയാം പിങ്കാണ് ഇമ്പോസ്റ്റർ ഗേസ്. ഞാൻ കണ്ടതാ. അവനെന്താ ഭാഗത്ത് പോയത്? ചിലപ്പോൾ കൊന്നിട്ട് ഈ വഴി അവിടെ വന്നതാണോ? ആണോ? നമ്മളെ മൈറ്റ് ബി ഇമ്പോസ്റ്ററിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിങ്ക് മൈറ്റ് ബി ഇമ്പോസ്റ്ററിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല. സോ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വോട്ടിങ് നോക്കിയിട്ടുണ്ട്. പിങ്കിനോട്ട് ഫുള്ള് കിട്ടിയാണ്. പിങ്ക് എനിക്ക് തോന്നണ ചിലപ്പോൾ പിങ്ക് ആവാനാണ് ചാൻസ്. കാര്യം എനിക്ക് തോന്നണതാണ്. അല്ല പിങ്ക് അല്ല ഗൈസ്, ഡിഫീറ്റ്. ഇത്രയൊന്ന് കളി കഴിഞ്ഞാൽ പിന്നെ എന്ത് കളിക്കാനുള്ളത്? പിന്നെ നിർത്തി പോകീസ്. ഇത് കഷ്ടമാണ്. ഇത്ര പേരോടൊപ്പം സ്റ്റാർട്ട് ചെയ്ത പ്രശ്നമാണ് തരും. 1 മിനിറ്റ് കൂടുതൽ നിൽക്കില്ല ഗെയിം. ഓക്കെ ഇതിൽ 2 ഇമ്പോസ്റ്റേഴ്സ് ഉള്ള. എന്നാൽ വേണ്ട 2 ഇമ്പോസ്റ്റേഴ്സ് ഉള്ള. എടാ 3 ഇമ്പോസ്റ്റേഴ്സ് ആക്കടാ. വേണ്ട 2 ഇമ്പോസ്റ്റേഴ്സ് ഉള്ളു. 2 ഇമ്പോസ്റ്റേഴ്സ് ഉള്ളത് കളിക്കാൻ സുഖമില്ല. 2 ഇമ്പോസ്റ്റേഴ്സ് ഉള്ളത് കളിക്കാൻ സുഖമില്ല. 3 ഇരുമ്പോ 3 കീറുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരില്ല മോനെ. സോ നമ്മൾ കയറി. എൻ്റെ പോലെ എനിക്ക് പനി പിടിച്ചൊക്കെ ഉണ്ടൊക്കെ മാറിയിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇച്ചിരി എനർജിയോടെ പറഞ്ഞെന്നുള്ളത് എനിക്ക് ഇച്ചിരി പനി പിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2 ദിവസമായിട്ട് ഇവിടെ കൊടും മഴയാണ്. ഞാൻ ജസ്റ്റ് അപ്പുറത്തോട്ട് മഴ വന്നിട്ട് അവിടെ ഊന്തിപ്പോയി ഭയങ്കര പനി പിടിച്ച് കുത്തരിച്ചാടി ഇരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോസ് വരെയൊക്കെ ഇടാൻ പറ്റില്ല, അത്ര എനർജി ഉണ്ടാവില്ല. പക്ഷെ ഞാൻ വീഡിയോസ് ഇടും. പക്ഷെ ഡെയിലി വീഡിയോസ് ഞാൻ ഇപ്പോഴും ഇടും. അത് വേറെ, നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ചില വെറുതെ ബോറടിപ്പിക്കണം നിങ്ങൾ. സോ ഗൈസ് നമ്മൾ 15 പേര് കയറിയിട്ടുണ്ട്. ഇവനാണ് മറ്റേ ബ്രൗൺ ആണ്. ഇത് മറ്റേ സോറി ബ്രൗൺ ആണ് അതിനകത്ത് മറ്റേ അഡ്മിൻ. സോ നോക്കാം. ഹോസ്റ്റ് ചെയ്താണ് സെർവർ. എടാ ഒന്ന് സ്റ്റാർട്ട് ചെയ്യടാ. സ്റ്റാർട്ടാക്കി പോയി. സോ ഗൈസ് നമ്മൾ സ്റ്റാർട്ടാക്കി. സോ എന്താണ് നോക്കാം.
മൂക്കുയി ഇമ്പോസ്റ്റ് ഷേപ്പ് ഷിഫ്റ്റർ വൈപ്പർ നമുക്ക് ഒരു ടാനൊന്നും വയ്യ ചുമ്മാ എന്തിനാ ഇവനൊക്കെ ചുമ്മാ കിടന്ന് വിളിച്ചു കൂട്ടി കിടന്ന് എനിക്കൊന്നും വയ്യണോ വയ്യ ചുമ്മാ മറ്റേ എമർജൻസി മീറ്റിംഗ് വിളിക്കും ഡിഡ് സ്വൈപ്പ് കാർഡ് ഇവനൊക്കെ എന്തിനാ സുഖമാണത് നോ ഈ അവനിട്ട് തന്നെ കൊടുക്ക് സ്കിപ്പോട്ട് കൊടുക്ക് സ്കിപ്പ് ഓട്ട് വെറുതെ ചുമ്മാ വിളിക്കുക എന്നിട്ട് നോക്കുമ്പോൾ ഇവൻ വേറെ ഇവർ നടന്നു പോവാ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഇവന് പറ്റില്ല എന്ത് ചെയ്യും എൻ്റെ കൈ ഓക്കെ നമ്മൾ നെറ്റ് ഒടിച്ചാണ് എൻ്റെ കൈ ഒടിഞ്ഞ് ഞാൻ സ്കിപ്പ് ഔട്ട് ഫുൾ സ്കിപ്പ് ഔട്ട് കൊടുത്തു പിന്നെ അവനൊന്ന് വയ്യേഷ് ചിന്ന തൊപ്പി വെച്ച് കൂടെ എനിക്കൊരാളെ കൊല്ലണം അതാണ് എൻ്റെ ഇവിടുത്തെ ടാസ്ക് ഞാൻ ഒരുത്തനെ തട്ടിയിട്ട് എന്നെ ഒന്നും പറയരുത് ഞാൻ പറഞ്ഞേക്കാം തട്ടിയിട്ട് ഞാൻ വെൻ്റ് വഴി ആടും ഞാൻ അങ്ങനെയുള്ളൂ തട്ടുക വെൻ്റ് ആടാം രണ്ടുപേരുണ്ട് ബിഡ്ബേല് രണ്ടുപേരുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് നോക്കാം പക്ഷെ പയ്യെ നമ്മളിതുവഴി പോയിട്ട് ചിന്ന തൊപ്പി വെച്ച് കൂടാം ഇത് അവനെങ്കിൽ തട്ടിയിട്ട് ആരെങ്കിലും പോന്ന് ഒറ്റ മൈൻഡ് അവനെങ്കിൽ തട്ടി ഒറ്റ മൈൻഡ് ആരെങ്കിലും തട്ടിയിട്ട് പോകുന്നു ഒറ്റ തട്ട് ആ വൈപ്പറാന്ന് മനസ്സിലാവും ഞാനല്ല പക്ഷെ വൈപ്പറാണ് ഞാനെന്ത് ചെയ്ത് ഞാൻ അവനെ തട്ടിട്ട് മറ്റേ ഇതിൻ്റെ ഉള്ളിൽ കയറിയത് ഫാസ്റ്റ് ഗിറ്റർ അല്ല നോ നേറ്റി കിൽഡ് പെനിവേ തരടത് ഇവനാണ് കൊന്നത് തട്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ചാടി നമ്മളെന്ത് ചെയ്യണ്ട തട്ടുക മറ്റേതിൻ്റെ ഉള്ളിൽ കയറുക വെന്നുള്ളടത്ത് വെച്ച് തട്ടിയിട്ട് ആ വെന്റിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നാൽ മതി പക്ഷെ ആൾക്കാരുള്ളപ്പോൾ തട്ടരുത് അവന്മാർ പിടിക്കും ആൾക്കാരുള്ളപ്പോൾ തട്ടരുത് തട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും നിങ്ങൾക്ക് കേട്ടോ ഓക്കെ അവനെന്താ നിനക്ക് വയ്യ അവൻ ലെഫ്റ്റായി ഗൈസ് കൊള്ളാം അവനറിയാം അവൻ എല്ലാവരും വോട്ട് ചെയ്ത് പൊളിക്കുന്നു കാരണം അവന് ലെഫ്റ്റായി അങ്ങ് തൊലിച്ച് അല്ല പിന്നെ ഞാനും ഈ പിങ്ക് മാത്രമേ ഉള്ളൂ ഇമ്പോസ്റ്റേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് സസ്പീഷ്യസ് ഉണ്ട് പിങ്ക് ഈ രണ്ടെണ്ണത്തിനെയും ഞാൻ ഈ രണ്ടെണ്ണത്തിനെയും പിന്നെ പിങ്ക് ഈ രണ്ടെണ്ണത്തിനെയും ഞാൻ ഈ രണ്ടെണ്ണത്തിനെയും പിങ്ക് പിന്നെ ഇതിനെയും എനിക്ക് എത്ര പേരുണ്ട് 1 2 3 4 5 6 7 8 9 പേരുണ്ട് 9 കൊടുത്തില്ലെങ്കിൽ ഞാൻ തട്ടിയാലോ എടാ ഇത് എന്താ വോട്ടിങ് ഞാനിത് വോട്ട് ചെയ്തൊക്കെ കാണിച്ചു സോ ഗൈസ് വോട്ടിംഗ് ഒക്കെ റിസൾട്ട് വന്നു വെറുതെ അവൻ ലെഫ്റ്റായി അവൻ എന്തിൻ്റെ സുഖമാണെന്ന് എനിക്ക് മനസ്സിലാത്ത ഇവനാണ് പോയത് നല്ല ബുദ്ധി എടാ ഒറ്റ മൈൻഡാ മറ്റേ എടുത്തു ചാട്ടം ചെയ്യരുത് ഞാൻ ഇപ്പം പറഞ്ഞേക്കാം എടുത്തു ചാട്ടം ചെയ്ത് കഴിഞ്ഞാൽ 8 ദിക്കിലും ഞാൻ പറയണില്ല ഞാൻ അവനെ നോക്കാണ്ട് അവൻ്റെ പുറകെ പോകണ്ട് ഞാൻ എൻ്റെ സ്വന്തം വഴി വിടും എൻ്റെ പാൻറ് ഗ്ലിച്ച് ചെയ്യാം നമുക്ക് സെക്യൂരിറ്റിയിൽ നോക്കാം സെക്യൂരിറ്റിയിൽ വലുതായിട്ടൊന്നുമില്ല തേങ്ങാക്കൊല കൂട്ടില്ല മാങ്ങാക്കൊലയില്ല സോ സപ്പോർട്ട് ബേസ് ഒന്നും ചെയ്യണ്ട സപ്പോർട്ട് ഉപയോഗിക്കണ്ട നമുക്ക് ഇവിടെ എന്തെങ്കിലും ടാസ്ക് ചെയ്യാം ചിന്ന തൊപ്പി വെച്ച് അങ്ങ കൂടാം ടീറച്ച് ചിന്ന തൊപ്പി വെച്ച് അങ്ങ കൂടാം അവനങ്ങ് തട്ടി ഞാൻ
നോയ്സ് മേക്കറായിരുന്നു അവൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നോർമൽ കഫേയിലൂടെ പോണത് പോലെ ഞാൻ പോവുകയായിരുന്നു. അതിനുശേഷം സപ്പോർട്ട് ഉപയോഗിച്ച് ആ വഴി അൺബ്ലോക്ക് ഞാൻ ചെയ്ത്. അപ്പോൾ ഡെഡ് ബോഡി റിപ്പോർട്ട് ചെയ്തു. യെസ്, അവിടെ ബുദ്ധിക്കാളി ഉപയോഗിച്ച് ഞാൻ ബുദ്ധി ഉപയോഗിച്ച്. യെസ്, ബുദ്ധി ഉപയോഗിച്ച്. അത് അത്രേ ഉള്ളൂ. നമ്മളെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവനെ കൊന്നിട്ട് ഞാൻ ആ വെണ്ടി ആടി അപ്പുറത്തെ ഹാളിലായിരുന്നു. അപ്പം അവനറിയാം ആരെയാ ഞാൻ അവനറിയാം ഞാനാണ് അവനെ തട്ടിയത്. ആ പിങ്ക് കൊള്ളാലാ, കുറച്ചേരും കൂടി ഉള്ളൂല. കളി ജയിച്ച് ഞാൻ പറയാം. ഞാനൊരു ചെറിയൊരു ഇത് പറഞ്ഞു കൊടുക്കാം അവന്മാർക്ക്. റോൾസ് ഞാൻ പറയാം. ഒരു വയസ്സുമൂടെ ആരാടാ ഡെന്റിസ് സസ്പീഷ്യസ്. എടാ പോടാ. നിനക്ക് എന്തിൻ്റെ ആടാ? നിന്റെ തലടിച്ചാൻ പൊളിക്കും മോനെ. അവനെ ഞാൻ ചെയ്യണ്ടെന്ന് ഓർക്കുമ്പോഴത്തേക്ക് അവൻ എനിക്കിട്ട് ഓട്ടിടാൻ നിൽക്കുന്നു. നിനക്ക് എന്തിൻ്റെ സുഖം മോനെ? സോറി, അവൻ ഓട്ട് കൊടുത്തു. ഓട്ടി അറിയാൻ പറ്റും. എടാ ഇവനെങ്കിലും കൊടുക്കട ഒന്ന്. ഡൈൻറ്റി ലാവ. എടാ സ്വന്തം കൂട്ടുകാരൻ ഒറ്റവൻ. നല്ല കാര്യം. ടൈ ആയി. ടയ്യ ഞാൻ ഇങ്ങനെ ബുദ്ധിയോടെ കളിക്കും, മനസ്സിലായോ? അവൻ എമർജൻസി വീട്ടിൽ വിളിക്കാൻ വല്ല നിൽക്കണമായിരിക്കും. നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ ഓടിപ്പോവാം. ആരെയും നമ്മൾ ശ്രദ്ധിക്കണ്ട. സോ നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ സെക്യൂരിറ്റി ക്യാമ്പിൽ നിൽക്കുന്നത് പോലെ നിൽക്കുക. നിന്നിട്ട് സപ്പോർട്ട് ഉപയോഗിച്ച് സെക്യൂരിറ്റി കയറ്. സെക്യൂരിറ്റിയിലൂടെ കളിക്കണ്ട. സെക്യൂരിറ്റിയോടെ കളിക്കാൻ പറ്റുള്ള അവനെ ഓടി. ചിന്ന തൊപ്പി വെച്ച് അങ്ങ് കൂടും. നമ്മൾ ടാസ്കസ് ഒക്കെ ചെയ്യണത് പോലെ നമ്മൾ ടാസ്കസ് ഒക്കെ ചെയ്ത് യെസ് കളി അവസാനത്തെ ബുദ്ധിയാണ് ചെയ്ത്. എനിക്കറിയാം അവൻ ഷീൽഡ് പ്രൊട്ടക്ട് വെച്ചേക്കും അറിയാം. എന്നിട്ട് അവർക്ക് കൂടുതൽ 3 മിനിറ്റ് കിട്ടി. 3 സെക്കൻഡ്. അതെൻ്റെ ഭാഗ്യം. 3 സെക്കൻഡ് ഉള്ളത് ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പോയി. ഞാൻ പറയണം മുഞ്ചേരെ അവനങ്ങ് തട്ടി നമ്മൾ കളി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ നമുക്ക് ടാറ്റ ബൈ ബൈ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാനായിരിക്കും. സോ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ വിട്ടുപോയി. നമ്മളെ മൈൻക്രാഫ്റ്റ് കളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ മൈൻക്രാഫ്റ്റ് ക്രാഷ് ആയതാണ് സംഭവം. ഇതിനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗെയിം അങ്ങ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഞാൻ കുത്തിയിട്ടിട്ട് എടുത്ത് നോക്കിയപ്പോൾ ഫോണിൽ മൈൻക്രാഫ്റ്റ് കയറി. വേൾഡിൽ കയറിയിട്ട് ഏത് വേൾഡിൽ കയറിയാലും റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ കയറിയത് രാത്രി. എന്നിട്ട് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കയറിയപ്പോൾ അതിനില്ല ലോഡിങ് ടെറൈൻ. എന്നിട്ട് ഈ അർജുനൻപിക്ക് പറ്റിയില്ല റെക്കോർഡ് ചെയ്തപ്പോൾ. ഇങ്ങനെ വോയിസ് മാത്രമേ കേൾക്കുള്ളൂ. അതുപോലെ സംഭവിച്ചു. എന്നിട്ട് ഞാൻ റെക്കോർഡ് കളഞ്ഞിട്ട് ഞാൻ കയറിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നും കൂടി നോക്കും. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ മൈൻക്രാഫ്റ്റ് നിർത്താനാണ് എൻ്റെ പ്ലാൻ വീഡിയോസ്. സോ ഒരു 100 സബ്ബും ഒരു 100 ലൈക്കും ഒരു 300 വ്യൂസും തന്നാൽ ഞാൻ ഫേസ് റിവീൽ ചെയ്യാനായിരിക്കും. അതും അത്ര തന്ന അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഫേസ് റിവീൽ ചെയ്യാനായിരിക്കും. അപ്പോൾ അടുത്തോടെ കാണാം.